ഉണ്ടല്ലോ, ആ തടിയനോട് പറഞ്ഞേക്ക് മര്യാദക്ക് നടക്കാൻ. അവനിക്ക് ഓരോ പ്രശ്നങ്ങൾ ചാടിയാൽ മതി. പൈസ ചെലവാക്കുന്നത് ഞാനാ. അവിടെ കൊടുക്ക്, ഇവിടെ കൊടുക്ക്. എഴുന്നേക്കടാ. അയ്യോ, നല്ല ക്ഷീണം. എടാ, നിന്നെ വണ്ടി മോഷണത്തിന് പോലീസ് പിടിച്ചെന്ന് കേട്ടു. ആര് പറഞ്ഞു? കോളനിയിൽ എല്ലാരും അറിഞ്ഞു. ഈശ്വരാ, എന്തിനാടാ മോട്ടിച്ചേ? ഒന്ന് പോയേ. മോട്ടിച്ചൊന്നും അല്ല, എന്റെ ഫ്രണ്ടിന്റെ വണ്ടി എടുത്തോണ്ട് പോയപ്പോ ആക്സിഡന്റ് ആയതാ. ഇതൊക്കെ ആര് പറഞ്ഞുണ്ടാക്കുന്ന? ആ, എനിക്കറിയില്ല. നിന്റെ അളിയൻ കിടന്ന് തകർക്കണുണ്ടല്ലോ. അയാൾ ഇതുവരെ പോയില്ലേ? അയാളായിരിക്കും നാട് നീളെ ഓരോന്ന് പറഞ്ഞു നടക്കുന്നത്. സത്യത്തിൽ എന്താ സംഭവിച്ചത് അത് പറ. എടാ, ഞാൻ പറഞ്ഞില്ലേ, വണ്ടിയുടെ ഓണർ വന്നിട്ട് എന്നെ വിട്ടുള്ളൂ. വണ്ടിയുടെ ഓണർ വന്നു, കേസൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ വിട്ടു, അത്രേ ഉള്ളൂ. അതിനാണ് അളിയെ എടുത്ത് ബഹളം ഉണ്ടാക്കണേ. കൈക്കൂലി വാങ്ങിച്ചല്ലേ ശീലമുള്ളൂ, അത് കൊടുത്തതിന്റെ ചൊരുക്കായിരിക്കും ചേറ്റ. അത് വിട്. ഞാൻ വന്നതേ നിന്റെ കയ്യിൽ കുറച്ച് കാശ് എടുക്കാനുണ്ടോ? എന്തിനാ കാശ്? 2 ദിവസം മുമ്പ് വാണംകുളം സൂപ്പർ കിങ്സും നമ്മുടെ ക്ലബ്ബുമായിട്ടൊരു മാച്ച് ഉണ്ടായിരുന്നു. അവന്മാർക്കായിരുന്നു ബാറ്റിംഗ്. അതിൽ 3 എണ്ണത്തിന്റെ സ്റ്റംസിലിട്ട് തന്നെ ഞാൻ അറിഞ്ഞു. അതിനവന്മാർ പ്രതികാരം ചെയ്തു. ഞാൻ ബാറ്റിങ്ങിന് ഇറങ്ങി. ഫസ്റ്റ് ബോൾ ലോങ് ഓണിലോട്ടൊരു 6, സെക്കൻഡ് ബോൾ മിഡ് വിക്കറ്റിലോട്ടൊരു 4, തേർഡ് ബോൾ എന്റെ സ്റ്റംസിലിട്ട് തന്നെ എറിഞ്ഞളിയാ. എന്നിട്ട് ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല. എന്റെ AP പൊട്ടി 2 കഷ്ണമായി. ഇന്നും മാച്ച് ഉണ്ടേ, പുതിയ AP വാങ്ങണം. അതിനാടാ കാശ്. സ്റ്റംപ് എന്ന് പറഞ്ഞാൽ ബാറ്റ്സ്മാന്റെ സ്റ്റംപ്, അല്ലാതെ പിച്ചിലെ സ്റ്റംപ് അല്ല അല്ലേ? കളി ക്രിക്കറ്റ് അല്ലേ, ഇതൊക്കെ സംഭവിക്കും. കാശ് നിന്റെ അമ്മയോട് ചോദിച്ചാ പോരെ. കളിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞാൽ ആന്റി അപ്പൊ തരുമല്ലോ. അയ്യോ, അമ്മ തന്നതാ. ഫ്രണ്ട്സിന് ചെലവ് ചെയ്യാൻ തന്നെ തികഞ്ഞില്ല. രഞ്ജി ടീമി സെലക്ഷൻ കെട്ടിന്റെ ട്രീറ്റ് ആയിരുന്നു ഇന്നലെ. എടാ, നിന്റെ കയ്യിൽ കാണും. എന്റെ കയ്യിലൊന്നുമില്ല, നീ വേറെ വല്ല വഴി നോക്ക്. നീ വേറെ ആരെന്നെങ്കിലും വാങ്ങിത്താ. കഴിഞ്ഞ കളിയുടെ പൈസ കിട്ടിയോടെ തിരിച്ചു കൊടുക്കും. മനുഷ്യന്റെ ഇവിടെ 5ന്റെ പൈസയിലായിരിക്കും അവന്റെ ഒരു AP. നിന്റെ കയ്യിലുണ്ട്, നീ തരാത്തതാ. അതെ, എന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ തരില്ല. നീ എന്താന്ന് വെച്ചാ പോയി ചെയ്. അപ്പൊ ശരി, സ്വന്തം സുഹൃത്തിനെ സഹായിക്കാത്ത പട്ടി. ചുമ്മാ അല്ലടാ നിന്നെ പോലീസ് പിടിച്ചത്. നീ പോടാ വണ്ടിക്കള. ഹലോ ഹലോ, ഇത് കിരൺ അല്ലേ? ഞാൻ നിത്യയാണ്, നിത്യ നമ്പൂതിരി. മനസ്സിലായി. എന്തിനാ വിളിച്ചത്? ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാനാണോ? സോറി കിരൺ, മനഃപൂർവ്വം അല്ല. എന്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി. എന്ത് സിറ്റുവേഷൻ? തന്നെ സഹായിക്കാൻ വന്ന് എന്നെ പോലീസ് പിടിച്ചിട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത എന്ത് സിറ്റുവേഷൻ? സോറി കിരൺ, ഞാനെല്ലാം നേരിൽ പറയാം. കിരൺ എപ്പോഴാ ഫ്രീ ആവുക? പ്ലീസ് കിരൺ, എപ്പോഴാ കിരണെ ഒന്ന് നേരിൽ കാണാൻ കഴിയുക? ഇന്ന് വൈകിട്ട് പറ്റുമോ? ഐ എം റിയലി സോറി കിരൺ, എന്തെങ്കിലും ഒന്ന് പറയൂ. വൈകിട്ട് എവിടെ? ഹോ, ആശ്വാസായി. നമ്മുടെ ആര്യാസ് ഹോട്ടലിൽ ഞാനൊരു 4 മണിക്ക് വരാം. കിരൺ വരുമോ? ശരി. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദി ഈവനിങ്. ബൈ. സംഗതി ഏറ്റു. വൈകിട്ട് ഇതിൽ തന്നെ പിടിച്ച് കയറാം. എങ്ങനെയെങ്കിലും വൈകുന്നേരം 4 മണി ആയാ മതിയായിരുന്നു.